കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവവുമായി ബന്ധപ്പെട്ട് കെ.ജി. മാരാർ ഭവനിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണിത്. കേരളത്തിലെ ഒരു സിസ്റ്റം കൂടി തകരാറിലാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത്തവണ തകരാറിലായിട്ടുള്ള സിസ്റ്റം ആഭ്യന്തര വകുപ്പിൻ്റെ സിസ്റ്റമാണ്. നേരത്തെ മറ്റ് പല സിസ്റ്റം തകരാറുകൾ കേരളത്തിലെ മന്ത്രിമാർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ തവണ ആഭ്യന്തര വകുപ്പ് എന്നുള്ള സിസ്റ്റം കൂടി തകരാറിലാണ് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കും 2 മണിക്കും ഇടയിൽ ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഏതാണ്ട് 7 മണിവരെ കണ്ണൂർ പോലീസിനെ ഈ വിവരം അറിയിക്കാതിരിക്കുന്നു. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? എന്തുകൊണ്ട് 2 മണി മുതൽ 5 മണിക്കൂർ സമയം ഈ തടവ് ചാടിയ പ്രതിയെ അയാളെ കണ്ടെത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ 5 മണിക്കൂർ സമയം ഈ കാര്യം കണ്ണൂർ പോലീസിനെ അറിയിക്കാതിരുന്നത്? ഈ കാര്യത്തിൽ അന്വേഷണം വേണം. ഈ സംഭവത്തിൽ ജയിലിനകത്ത് നിന്നും പുറത്തു നിന്നുമുള്ള സഹായം ഈ പ്രതിക്ക് കിട്ടി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയതിൽ അഭിനന്ദിക്കേണ്ടത് മാധ്യമങ്ങളെയും നാട്ടുകാരെയുമാണ്. മാധ്യമങ്ങളും നാട്ടുകാരും കാണിച്ച ജാഗ്രത, ആ ജാഗ്രത കാരണമാണ് ഈ പ്രതിയെ 4-5 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനും വീണ്ടും കസ്റ്റഡിയിലെടുക്കാനും സാധിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ് ഒരു കൊടും ക്രിമിനൽ ഗോവിന്ദചാമി സൗമ്യ എന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിപ്പോകാൻ കാരണം. കണ്ണൂർ ജയിലിൽ നിന്നും ഇതിന് ഗോവിന്ദചാമിക്ക് സഹായം കിട്ടി എന്നുള്ള കാര്യവും ഉറപ്പാണ്. കാരണം അത്രയ്ക്കും സുരക്ഷയുള്ള ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. എന്നിട്ടും ആ പ്രതി അത് മറികടന്ന് ചാടിപ്പോകണമെങ്കിൽ എന്തായാലും അതിനകത്ത് നിന്നൊരു സഹായം കിട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് പിണറായി സർക്കാരിൻ്റെ വീഴ്ച തന്നെ എന്ന് തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ആരോപിക്കുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര എം പി, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.